ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് നമ്മളുടെ ഈ ഒരു സുവോളജിയുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് കയറുകയാണ് കേട്ടോ. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഇതിന് മുമ്പുള്ള ഒരു സിമ്പിൾ ചാപ്റ്റർ ഉണ്ട്, മൈക്രോബ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. അത് നിങ്ങൾക്ക് സെമിനാർ ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ് അത് നിങ്ങൾക്ക് സെമിനാർ. അപ്പോൾ ഈ മൈക്രോബ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയറും ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനും വളരെ ചെറിയ അളവിലാണ് മാർക്ക് വരുന്നതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുൻ വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു രണ്ട് ചാപ്റ്ററിൽ നിന്ന് കാണാറുള്ളത്. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക കേട്ടോ, ഈ രണ്ട് ചാപ്റ്ററിലും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. വളരെ സിമ്പിളായിട്ടും രസകരമായിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളും പല പല പിക്ചേഴ്സ് കണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ വാട്ട് ഈസ്, അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ടത് levels of biodiversity, number of species on earth, pattern of biodiversity, laws of biodiversity conservation. എന്താണ് ബയോഡൈവേഴ്സിറ്റി? നമുക്ക് ഈ പിക്ചറിനകത്ത് കാണാൻ പറ്റും, എന്ത് ഭംഗിയാണല്ലേ. നമ്മുടെ ചുറ്റുപാടൊന്ന് നോക്കിക്കുക, എന്തോ ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ, അതിലൂടെ ഒഴുകുന്ന വെള്ളം, നമ്മൾ കണ്ണിന് തന്നെ നമുക്ക് എന്ത് കുളിരാണ് തരണത് ഈ ഒരു പിക്ചറിൽ കൂടി നമുക്ക് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാലോ? എന്തായാലും നിങ്ങളുടെ നിർഭാഗ്യമാണോ എന്താണ്, ഈ വർഷം നമുക്ക് ഒരുമിച്ചൊരു ടൂറിന് പോകാനായിട്ട് സാധിച്ചില്ല. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയി നമ്മൾക്ക് ഈ ഒരു ഡൈവേഴ്സിറ്റിയുടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പോയി ആസ്വദിക്കാമായിരുന്നു. നിങ്ങൾക്ക് ഈ വർഷം സാധിച്ചില്ല. അത് എന്തെങ്കിലും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ. നിങ്ങളുടെ ഒരു നഷ്ടമായി. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ചാൻസ് ആയിരുന്നു. നിങ്ങളും കഴിഞ്ഞ വർഷം തന്നെ അത് ആഗ്രഹിച്ചിരുന്നതാണ് പ്ലസ് ടുവിൽ. പക്ഷേ നമ്മുടെ ഈ ഒരു അവസ്ഥ നമുക്കത് സാധിച്ചില്ല. പോട്ടെ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിൽ പഠിക്കാൻ പോകുമ്പോൾ അത് അവസരങ്ങൾ കൈവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി, വാട്ട് ഈസ് മീൻ ബൈ ബയോഡൈവേഴ്സിറ്റി? ഇറ്റ് ഈസ് എ ഡൈവേഴ്സിറ്റി ഓഫ് ബയോളജിക്കൽ ഓർഗാനിസം റേഞ്ചിങ് ഫ്രം സെല്ലുലാർ മാക്രോമോളിക്യൂൾസ് ടു ബയോമാസ് അല്ലേ. ഡൈവേഴ്സിറ്റിയാണ് പറയുന്നത് അല്ലേ. വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് ഉണ്ട്. അത് തന്നെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. മൈക്രോമോളിക്യൂൾസ് തൊട്ട്, അതായത് യൂണിസെല്ലുലാർ തൊട്ട് മൾട്ടി സെല്ലുലാർ വരുന്നു. യൂണിസെല്ലുലാർ തൊട്ട് തുടങ്ങി പിന്നെ അത് അതായത് ടിഷ്യൂ ലെവലും ഓർഗൻ അങ്ങനെ പല ഓർഗാനിസംസ് ചേർന്ന ഒരു ബയോമാസാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് മൾട്ടി സെല്ലുലർ ഓർഗാനിസം മാത്രമല്ല, യൂണിസെല്ലുലർ ഓർഗാനിസം ഉണ്ട്. അതുപോലെ സ്മോൾ സൈസും ലാർജ് സൈസിലും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റി ഒരു വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് എന്ന് പറഞ്ഞതാണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആൻഡ് എഡ്വേർഡ് വിൽസൺ പോപ്പുലറൈസ് ദ ടേം ബയോഡൈവേഴ്സിറ്റി. എഡ്വേർഡ് വിൽസൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹമാണ് ഈ ബയോഡൈവേഴ്സിറ്റിയെ പോപ്പുലറൈസ് ചെയ്ത വ്യക്തി. എഡ്വേർഡ് വിൽസൺ പോപ്പുലറൈസ് ദ ടേം ബയോഡൈവേഴ്സിറ്റി. നെക്സ്റ്റ്, ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഏതൊക്കെയാണ് ലെവൽസ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഏതൊക്കെയാണ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്, അതായത് സ്പീഷീസ് തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. ഒരേ സ്പീഷീസ്, ഇപ്പം നിങ്ങളുടെ വീടുകൾ തമ്മിൽ ജീൻസുകൾ വ്യത്യാസമുണ്ട് പല ക്യാരക്ടേഴ്സിൽ അങ്ങനെ. അപ്പം അതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഇനി സ്പീഷീസ് തമ്മിൽ വ്യത്യാസം, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഏതൊക്കെയാണ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. First one is genetic diversity. What is meant by genetic diversity? Diversity shown by single species at a genetic level. ഒരു സിംഗിൾ സ്പീഷീസിൻ്റെ തന്നെ ജീൻസിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ജീൻസ് പല ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ജീൻസ്. ഫോർ എക്സാമ്പിൾ, റോഫ്ലിയ വോമിറ്റോറിയ ഹിമാലയ ഷോസ് ജനറ്റിക് വേരിയേഷൻ ഇൻ പൊട്ടൻസി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ കെമിക്കൽ റെസർപൈൻ. അപ്പോൾ ഈ ഒരു സ്പീഷീസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. എന്താണ്? റോഫ്ലിയ വോമിറ്റോറിയ എന്ന് പറയുന്നതാണ്. അപ്പം അത് ഒരേ ചെടികളാണെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന റെസർപൈൻ എന്ന് പറഞ്ഞ കെമിക്കൽസിൽ പൊട്ടൻസി ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് എന്താണ്, ഒരേ ചെടിയാണല്ലേ, ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന റെസർപൈനിൽ അതിൻ്റെ കോൺസെൻട്രേഷനും പൊട്ടൻസിയിലും വ്യത്യാസം വരിക. ബിക്കോസ് അവയുടെ വേരിയേഷനാണത്, അവയുടെ ജീൻസിന്. അപ്പോൾ ഓരോ സ്പീഷീസിലും
അവരുടെ ജീൻസ് തമ്മിലുള്ള ഡൈവേഴ്സ് അല്ലെങ്കിൽ വ്യത്യാസം കൊണ്ടാണ് ആ ഒരു കോൺസെൻട്രേഷനും പൊട്ടൻഷ്യലും വ്യത്യാസം വരുന്നത്. ദാറ്റ് ഇസ് എ ഡൈവേഴ്സിറ്റി ഷോൺ ബൈ സിംഗിൾസ് അറ്റ് എ ജനറ്റിക് ലെവൽ. ജനറ്റിക് ലെവൽ ഉണ്ടാകുന്നു ഒരേ സ്പീഷീസിൽ അവരുടെ ജീൻസിലുണ്ടാകുന്ന ഡൈവേഴ്സിറ്റി, അതുമൂലം അവരുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സിൽ പല വേരിയേഷൻസ് വരുന്നു. ദാറ്റ് ഇസ് എ ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഓക്കെ. ആൻഡ് ഇന്ത്യ ഹാസ് മോർ ദാൻ 50,000 ഡിഫറെൻറ്റ് സ്ട്രെയിൻ ഓഫ് റൈസ് ആൻഡ് 100 വെറൈറ്റീസ് ഓഫ് മാംഗോ. അതേപോലെ തന്നെയാണ് ഏത് സ്പീഷീസ് എടുത്താലും, മാംഗോയുടെ എടുത്താലും, മാംഗോ ഒരേ സ്പീഷീസ് അല്ല മാംഗോ, പക്ഷെ മാംഗോയിൽ തന്നെ എന്തോരം ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. അതിൻ്റെ കാരണം എന്താ? വെറൈറ്റീസ് കാരണം അവിടെ ജീൻസിലുള്ള ഡൈവേഴ്സിറ്റിയാണ്. അതുപോലെ റൈസിൽ എന്തോരം വെറൈറ്റീസാണ്. ദാറ്റ്സ് ദ റീസൺ അവിടെ ജീൻസ് ജനറ്റിക് ഡൈവേഴ്സിറ്റിയാണ്. ഓക്കെ. That's so. What is the genetic diversity? Genetic diversity means diversity shown by single species at a genetic level. Diversity shown by single species. Okay, clear ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി മീൻസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ആ ടേമിൽ തന്നെയാണ് കേട്ടോ ഡൈവേഴ്സിറ്റി ഷോൺ ബൈ സ്പീഷീസ് അറ്റ് ജനറ്റിക് ലെവൽ. ഡൈവേഴ്സിറ്റി ഷോൺ ബൈ ആ സ്പീഷീസ്, എ സിംഗിൾ സ്പീഷീസ് അറ്റ് ജനറ്റിക് ലെവലിലെ ഡൈവേഴ്സിറ്റിയാണ്. ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് അതിലുണ്ട്, സ്പീഷീസ് തമ്മിൽ വ്യത്യാസമായിരിക്കും അല്ലേ. ഡൈവേഴ്സിറ്റി അറ്റ് സ്പീഷീസ് ലെവലിൽ ഡൈവേഴ്സിറ്റി. ഫ്രോഗ് ഇൻ ആംഫിബിയൻ സ്പീഷീസ് വെസ്റ്റേൺ ഗാർഡിലെയാണ്. എന്തോരം വെറൈറ്റീസ് നോക്കിയേ, സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി നോക്കിക്കേ, എത്ര വ്യത്യാസമുള്ള സ്പീഷീസിലാണ്. ഡിഫറെൻറ്റ് സ്പീഷീസ് വെസ്റ്റേൺ ഗാർഡിൽ മാത്രം കാണപ്പെടുന്ന ആംഫിബിയനാണ് ഈ കാണുന്നത്. എന്തോരം വ്യത്യാസമുണ്ട്. അതാണ് ദാറ്റ് ഇസ് സ്പീഷീസിൽ വ്യത്യാസമായിരിക്കും. ഹിമാലയാസ്, ഈസ്റ്റേൺ ഗാട്ട്, വെസ്റ്റേൺ ഗാട്ട്, ഇവിടെയൊക്കെയുള്ള ആംഫിബിയൻ സ്പീഷീസിൻ്റെ അത് ഇതുപോലെ എല്ലാത്തിലും ഉണ്ട് വ്യത്യാസങ്ങൾ. സ്പീഷീസിൻ്റെ ആണ് ദാറ്റ്സ് എക്സാമ്പിൾ വെസ്റ്റേൺ ഗാർഡ് ഹാവ് ഗ്രേറ്റർ ആംഫിബിയൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ദാൻ ഈസ്റ്റേൺ ഗാർഡ്. വെസ്റ്റേൺ ഗാർഡ് ഹാവ് ഗ്രേറ്റർ ആംഫിബിയൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ദാൻ ഈസ്റ്റേൺ ഗാർഡ്. So species diversity at a species level. Then ecological diversity. Diversity at ecosystem level. Diversity at ecosystem level. നമുക്ക് പിക്ചറിൽ കാണാം. ഡിസേർട്ട് ഇസ് എൻ എക്കോസിസ്റ്റം അല്ലേ. റെയിൻ ഫോറസ്റ്റ് മറ്റൊരു എക്കോസിസ്റ്റം. മാൻഗ്രൂവ്സ്, എസ്റ്റുറീസ്, ദി ആൽപൈൻ മെഡോസ്, വെറ്റ്ലാൻഡ്, കോറൽ റീഫ്സ് ഇതൊക്കെ. അപ്പോൾ ഓരോ എക്കോസിസ്റ്റമാണ് കാണുന്നിരിക്കുന്നത്. അതിലുള്ള വ്യത്യാസം. ഇൻ ഇന്ത്യ ഡിസേർട്ട്, റെയിൻ ഫോറസ്റ്റ്, മാംഗ്രൂവ്, കോറൽ റീഫ്സ്, വെറ്റ്ലാൻഡ്, എസ്റ്റുറീസ് ആൻഡ് ആൽപൈൻ മെഡോസ് ആർ സീൻ. ഇതൊക്കെ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റമാണ്. ഓരോ എക്കോസിസ്റ്റം വെറൈറ്റി ഓഫ് സ്പീഷീസ് ഓഫ് ആനിമൽ ഉണ്ടായിരിക്കും. ഡെസേർട്ടിൽ കാണപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി ആനിമൽസ് റെയിൻ ഫോറസ്റ്റിൽ കാണണമെന്നില്ല. അതുപോലെ തന്നെ റെയിൻ ഫോറസ്റ്റിൽ ഏതൊക്കെ ടൈപ്പ്, അപ്പോൾ മാൻഗ്രൂവ്സിൽ അതിൻ്റെതായ, അപ്പോൾ എല്ലാത്തിലും ഓരോ തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ആയിരിക്കും ഓരോ എക്കോസിസ്റ്റത്തിലും ഉണ്ടാകുന്നത്. അപ്പോൾ അതിലുള്ള വ്യത്യാസമാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അറ്റ് എക്കോസിസ്റ്റം ലെവൽ. ഓക്കെ, ഡൈവേഴ്സിറ്റി അറ്റ് എക്കോസിസ്റ്റം ലെവൽ. ദ നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത്, ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കാം. ഇതൊക്കെ കണക്കുകളാണ് കേട്ടോ, അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി ടെക്സ്റ്റ്. നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത് അക്കോർഡിംഗ് ടു IUCN എന്തായിട്ടാണ്? IUCN നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? IUCN അക്കോർഡിംഗ് ടു IUCN മോർ ദാൻ 1.5 മില്യൺ സ്പീഷീസ് ഡിസ്ക്രൈബ്ഡ് സോ ഫാർ. അക്കോർഡിംഗ് ടു IUCN അനുസരിച്ച് എന്താണ്? മോർ ദാൻ 1.5 മില്യൺ സ്പീഷീസ് ഡിസ്ക്രൈബ്ഡ്. അക്കോർഡിംഗ് ടു റോബർട്ട് മേ ഗ്ലോബ്സ് എസ്റ്റിമേറ്റ് അബൌട്ട് 7 മില്യൺ സ്പീഷീസ് വുഡ് ഹാവ് ഓൺ എർത്ത്. He considered the species to be discovered in the tropic region. That is, only 22% of the total species have been recorded so far. That is Robert May picture കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ച് അബൌട്ട് 7 മില്യൺ സ്പീഷീസ് ആയിരിക്കും വുഡ് ഹാവ് ഓൺ എർത്ത്. അതിൽ തന്നെ only 22% ഓഫ് ദ സ്പീഷീസ് എത്രമാത്രം ട്രോപ്പിക് റീജിയനിലാണ് അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓൺലി 22% സ്പീഷീസ് ഹാവ് ബീൻ റെക്കോർഡഡ് സോ ഫാർ. ബാക്കി പിന്നെയും കിടക്കുകയാണ് അല്ലേ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത്. ആനിമൽസ് ആർ മോർ ഡൈവേഴ്സ് ദാൻ പ്ലാന്റ്സ് ഇൻക്ലൂഡിങ് പ്ലാന്റ് ആൻഡ് ഫഞ്ചി.
ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാന്റ്സിനേക്കാളും ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നത് ആനിമൽസാണ്, ഇൻക്ലൂഡിങ് പ്ലാന്റ്സിനുള്ളത് 22% ആവും. ദാറ്റ്സ് പ്ലാന്റ് ആൻഡ് ഫഞ്ച്. ഏറ്റവും കൂടുതൽ ആനിമൽസാണ്. ആനിമൽസ് എന്നത് മോസ്റ്റ് ലാർജസ്റ്റ് സ്പീഷീസ് ആർത്രോപോഡയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ആർത്രോപോഡ ഗ്രൂപ്പാണ് ലാർജസ്റ്റ് ഫൈലം എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം ഏതാണ്? മൊളുസ്ക. അതിന് ലാസ്റ്റ് നിങ്ങൾ പഠിച്ചതാണ്. ദാറ്റ്സ് ഇൻസെക്ട്സ് ആർ ദ മോസ്റ്റ് സ്പീഷീസ് റിച്ച് ഗ്രൂപ്പ്. That is, out of every 10 animals, 7 are insect. Number of fungi species is more than the combined total of the species of fishes, amphibian, reptiles, mammals. അതിന് അവരെക്കാൾ കൂടുതലാകുന്ന നമ്പർ ഓഫ് ഫംഗി സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, പൈ ചാർട്ട്. ഇൻവെർട്ടിബ്രേറ്റ്സ്, ഇൻസെക്ട്സ് ആണ് ഏറ്റവും ലാർജസ്റ്റ്. ദെൻ മൊളുസ്ക്, അതർ ആനിമൽ ഗ്രൂപ്പ് വരുന്നു. ക്രസ്റ്റേഷ്യൻസ് വളരെ കുറവാണ് വരുന്നത്. വെർട്ടിബ്രേറ്റ്സിനെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫിഷസ് ആണ് അല്ലേ. ദെൻ മാമൽസ്, പിന്നെ വരുന്ന ബേർഡ്സ് ആണ്, റെപ്റ്റൈൽസ്, ആംഫിബിയൻ, മാമൽസ്. ദെൻ ദ കേസ് ഓഫ് പ്ലാന്റ്സിൽ എടുക്കുകയാണെങ്കിൽ ഫംഗിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആൻജിയോസ്പേംസ്, ആൽഗെ, ലൈക്കൻസ്, മോസസ് ആൻഡ് ഫേൺസ് ഇതൊക്കെ വളരെ കുറവാണ്. ഇതായിരിക്കും നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ദെൻ total number of species on earth, that's the biodiversity in India. India has only 2.4% of the world land area. India has only 2.4% of the world land area, but 8.1 species of the species diversity. And India is one of the 12 mega diversity country. Nearly 45,000 species of plants and twice as many of animals. Applying May's global estimate, India would have more than 1 lakh plant species and 3 lakh animal species. കാണാൻ സാധിക്കും. ഡാർജിലിംഗ് ടീ ഫീൽഡ്, കോങ്കൺ കോസ്റ്റ്, പല എക്കോസിസ്റ്റത്തിൻ്റെ പിക്ചേഴ്സാണ് നിങ്ങൾക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്പീഷീസിൻ്റെ കണക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ 45 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്വൈസ് ആസ് മെനി ഓഫ് ആനിമൽസ്. ആൻഡ് ഇന്ത്യയിൽ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. And biologists are not sure about total number of prokaryotic species because conventional taxonomy methods are not suitable for identifying microbial species and laboratory many species cannot be cultured. അപ്പോൾ ബയോളജിസ്റ്റിന് ടോട്ടൽ നമ്പർ പ്രോക്യാരിയോട്ടിക് സ്പീഷീസിൻ്റെ ഒരു എണ്ണത്തെക്കുറിച്ച്, പ്രോക്യാരിയോട്ടിക് സ്പീഷീസ്, യൂക്യാരിയോട്ടിക് സ്പീഷീസിൻ്റെ ഒരു കൃത്യം കണക്കുകൾ അവർക്ക് തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അബൌട്ട് ദ പ്രോക്യാരിയോട്ടിക് സ്പീഷീസ് ദേ ആർ നോട്ട് ഷുവർ അബൌട്ട് ദ കറക്റ്റ് നമ്പർ ഓഫ് ദിസ് പ്രോക്യാരിയോട്ടിക് സ്പീഷീസ്. വാട്ട് ഇസ് ദ റീസൺ? Because conventional taxonomic methods are not suitable for identifying this prokaryotic species. Plus, in the laboratory, many that species cannot be cultured. ഈ ടൈപ്പ് ഓഫ് സ്പീഷീസിനെ കൾച്ചർ ചെയ്യാനായിട്ടും സാധിക്കുന്നില്ല. അതേപോലെ അവരുടെ ടാക്സോണമിക് മെത്തേഡും നോട്ട് സ്യൂട്ടബിൾ ആണ്. അതുകൊണ്ട് പ്രോക്യാരിയോട്സിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. ടുഡേയ്സ് അവർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഇസ് എ ബയോഡൈവേഴ്സിറ്റി, then levels of biodiversity, genetic diversity, species diversity, ecosystem, ecological diversity. then പിന്നെ നമ്മൾ എത്രമാത്രം സ്പീഷീസ് എവിടെയൊക്കെയുണ്ട് അതൊക്കെയാണ്. അതൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ.